രാമുണ്ണി മാഷല്ലേ? അതെ. മായ ഇവിടെയല്ലേ താമസം? രാമുണ്ണി മാഷ് ഞാൻ തന്നെയാ. മായ ഇവിടെ താമസിക്കുന്നതും. എന്തേ? മായയെ ഒന്ന് കാണണമായിരുന്നു. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് രവി എന്നാണ്. അതല്ല ചോദ്യം. മായയുടെ ആരാന്നാ? ഞങ്ങള് തമ്മിൽ അറിയും, ഫ്രണ്ട്സാണ്. ഓഹോ. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് വീട് വിട്ട് അന്യനാട്ടിൽ വന്ന് താമസിക്കുമ്പോ ഇതുപോലെ ചിലരുടെ എഴുന്നള്ളത്തുണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെങ്ങോ കണ്ടിട്ടുണ്ടെന്നോ 1.5 വാക്ക് മിണ്ടിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് ഇപ്പോഴാ നേരിട്ട് അനുഭവപ്പെടണത്. എന്താ പേരെന്ന് പറഞ്ഞത്? രവി. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. കേക്കുക, ഇതേ ഞാനും എന്റെ ഭാര്യയും കൂടെ താമസിക്കുന്ന വീടാ. ഇവിടെ നടക്കില്ല. നടക്കില്ല എന്ന് പറഞ്ഞാൽ തീരെ നടക്കില്ല. വന്നതോ വന്നു. ഇനി ഈ വഴിക്ക് വരാണ്ടിരിക്കുന്നതാ ഭംഗി. അല്ല മാഷെ, വേണ്ട, അധികം വിസ്തരിക്കണമെന്നില്ല. വേറെ വിശേഷം വല്ലതും പറയാനുണ്ടോ? ഇല്ലല്ലോ. വീട്ടിൽ വന്ന് കയറുന്നവരോട് ഇറങ്ങിപ്പോവുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പരിചയിച്ചു പോയ ഒരു സംസ്കാരത്തിന് തകരാറാ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ. സോറി. ഇത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നോ? ഇല്ല, വിളിച്ചകത്ത് കയറ്റിയെടുത്ത് വിസരയെടുത്ത് വീശി കൊടുക്കാം. നോക്ക്, ആണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം ഇത്. അയാളുടെ ഒരു വരവും മുഖത്ത് നോക്കൊണ്ട് ചോദ്യവും കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ആ കുട്ടി കോളേജിൽ നിങ്ങൾ വരട്ടെ. വെറുതെ അതുവിധം പറയാനും ബഹളം കൂട്ടാനും ഒന്നും നിൽക്കണ്ട. ടീച്ചർ ഇടപെടേണ്ട വിഷയമല്ല ഇത്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് അലിവേ തോന്നൂ. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം. അതിങ്ങോട്ട് വിട്ടേക്ക്. എന്താ കുട്ടിയത്? കാര്യം പറയുമ്പോ എന്തിനാ കരയണത്? കരയാണ്ടിരിക്കുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, ഒന്ന് ഗുണദോഷിച്ചു, അത്രേ ഉള്ളൂ. കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ. വാ. എന്തെങ്കിലും ചോദിച്ചാൽ രണ്ടാമതൊരു വാക്ക് പറയുന്നതിന് മുമ്പ് കരയുക. അത് ഈ വർഗത്തിന്റെ മുഴുവൻ സ്വഭാവ. മായമ്മയോട് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ 4-5 കൊല്ലമായിട്ടുള്ള ബന്ധാണ്. അച്ഛൻ തിരുമേനിക്ക് ഏതാണ്ടൊക്കെ ഊഹം കിട്ടിയിട്ടുണ്ടത്രേ. അതാണ് പോലും ഇത്രയും ദൂരെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയത്. അതെയോ? ആ. എന്നിട്ടെന്താ? നല്ല ധൈര്യം ഉണ്ടാ കുട്ടിക്ക്. നമ്മളെ പോലൊന്നുമല്ല. ജീവിക്കാന്ന് വെച്ചാ ആരെതിർത്താലും വേണ്ടില്ല, ഒരുമിച്ചേ ഉള്ളൂന്നാ. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, നാളെ കോളേജ് വിട്ട് വരുമ്പോ രവിയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അയാളെ കൂട്ടി ഇങ്ങോട്ട് വരികയെ? പിന്നല്ലാണ്ട്. മാഷ് വേണം അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ചറിയാൻ. ഞാനോ?
ഇരിക്ക്. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിത്തിരി കാപ്പി എടുക്കാം. വാ. ഇന്നലെ ഞാൻ കുറച്ച് മോശമായി പെരുമാറി. അലോഗ്യൊന്നും തോന്നരുത്. ഒരിക്കലുമില്ല. മാഷ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെ പെരുമാറാവും. ഞാനത് മായയോട് പറയുകയും ചെയ്തു. മായയുടെ കാര്യത്തില് മാഷ് കാണിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച്. മനസ്സിൽ തട്ടി തന്നെയാണല്ലോ ഈ പറയണതല്ലേ? 100%. ഓ, ആശ്വാസായി. ഇനി നമുക്ക് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇരിക്കൂ. ഇരിഞ്ഞാലക്കുടയിലെ എന്റെ വീട്. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം പുറത്താണ്. ബോംബെയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു എനിക്ക് ജോലി. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഈ 9-ാം തീയതി പോണം. പോയാൽ 1 കൊല്ലം കഴിഞ്ഞേ വരാൻ പറ്റൂ. അതുവരെ കാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഇതുവരെ കാത്തില്ലേ? അതല്ല, മായയുടെ അച്ഛന്റെ സ്വഭാവം മാഷക്കറിയാലോ. അറിയാമോന്നോ? നല്ല കാര്യായി. എന്തെങ്കിലും ഒരു ഉറപ്പില്ലാതെ എങ്ങനെയാ ഞാൻ മായ ഇവിടെ ആക്കിയിട്ട് പോവുക? പോയാൽ ഇവൾക്ക് എന്താ ഒരു സമാധാനം ഉണ്ടാവുക? ഉറപ്പെന്ന് പറഞ്ഞാൽ കല്യാണം തന്നെ. അല്ലാണ്ട് ഇക്കാര്യത്ത് വേറെന്താ ഉറപ്പ്? അപ്പോ ഇതാണ് രണ്ടാളും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണതല്ലേ? അതെ. അച്ഛൻ തിരുമേനി സമ്മതിക്കാൻ വഴിയില്ല. സമ്മതിക്കണം. ഇല്ലാച്ച സമ്മതിപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. എങ്ങനെയാണെന്ന് വെച്ചിട്ടാ? എങ്ങനെ ടീച്ചറേ, ഇത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു പിടിപാടും ഇല്ലാത്ത കാര്യ. ഇതൊക്കെ ആണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയ അല്ലേ? ആ, മായമ്മയും കൂട്ടി നാളെ തന്നെ ഞാൻ ഇല്ലത്തേക്ക് പുറപ്പെടുന്നു. ഞാൻ വന്നാ തടസ്സം പറയണ്ട, വരണു. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നമ്പൂരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. ബന്ധപ്പെട്ടത് അറിയാണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. നേരെ എന്ന് പറയേണ്ട പോലെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. ഇല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും. ഇതും പറഞ്ഞോണ്ട് ഈ പടി കയറി വരാൻ തനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്ന്? താൻ എന്താണോ വിചാരിച്ചതിനെ കുറിച്ച്? കേൾക്കുമ്പോ ആർക്കായാലും വിഷമം തോന്നും. പക്ഷെ ദേഷ്യപ്പെടുകയല്ല വേണ്ടത്. കാര്യങ്ങൾ ഏതായാലും ഇത്രത്തോളം എത്തി. ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക വേണ്ടത്. ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ, താൻ വിശേഷാൽ ഉപദേശിച്ചു തന്നിട്ട് വേണ്ടോ കണ്ണാന്തി മനക്കലെ ഭദ്രൻ നമ്പൂരിക്ക് ബുദ്ധി ഉണ്ടാവാൻ? ഒരുമ്പട്ടോളെ, നീ ഇത്രയ്ക്കായില്ലേടി? അവള് മധ്യസ്ഥനെ കൊണ്ടുവന്നിരിക്കുന്നു. മതിയുടെ പഠിത്തം ഇനി പുറത്തിറങ്ങണേ ഞാൻ പറഞ്ഞിട്ട്. അസുരവിത്ത് അവിവേകമാണ് കാണിക്കരുത്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അത് മുറിച്ചു മാറ്റാൻ പറ്റില്ല. തനിക്ക് ഉപദേശിച്ചാ മതി, അതിന് ഛേദമില്ല. മാത്രല്ല തനിക്ക് ഇതിന്റെ ദണ്ഡം മനസ്സിലാവില്ല. മക്കളുണ്ടോ തനിക്ക്? മക്കളെ നൊന്ത് വളർത്തിയവർക്ക് അവര് വഴിവഴിച്ചു പോകുമ്പോൾ ദണ്ഡം മനസ്സിലാവും. ഇനി നിൽക്കണ്ട. ഇങ്ങോട്ട് കയറി വന്ന പഠിപ്പുര വാതിലേ തുറന്നല്ലേ കിടക്കണേ. ഇറങ്ങി പോകുന്നോ അതോ ഇറക്കി വിടണോ തന്നെ? എന്തേ? മായമ്മ
ആ നമ്പൂരി ദുഷ്ടൻ മായമ്മ പിടിച്ചകത്തിട്ട് കഥകടച്ചു. അയാൾ എന്റെ മുഖം അടച്ചാറ്റരുതല്ല ടീച്ചറെ എനിക്ക് വിഷമം. നമുക്ക് കുട്ടികളില്ല എന്ന്, അവരെ നൊന്ത് വളർത്തിയിട്ടില്ല എന്ന്. കണ്ണിച്ചോരയില്ലാണ്ട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ മനസ്സ് തളർന്നുപോയി ടീച്ചറെ. കാര്യം അയാളുടെ കുട്ടിയായിരിക്കും, വളർന്നതും അയാളുടെ ഇല്ലത്തായിരിക്കും. പക്ഷെ മായമ്മയ്ക്ക് ഒരച്ഛന്റെ അമ്മയുടെ സ്നേഹം കൊടുത്തത് നമ്മളാ, അല്ലേ ടീച്ചറെ? അല്ലാന്ന് പറയട്ടെ ആ നമ്പൂരി. വിഷമിക്കാണ്ടിരിക്കുക, ഒക്കെ ശരിയാവും. എന്ത് തന്നെയാ എന്റെ മനസ്സും പറയണത്. പക്ഷെ എങ്ങനെ ശരിയാവും എന്ന് ആലോചിക്കുമ്പോ ഒരു ഊഹവും കിട്ടണില്ല. ഇതെങ്ങനെ? രവേട്ടൻ വൈകിട്ട് വന്നു. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യില് ഒരു കത്ത് കൊടുത്തു വിട്ടു. അച്ഛൻ കാണാണ്ട് പടക്കിനിയുടെ പിന്നാമ്പുറത്തൂടെ രാത്രിയിൽ ഇറങ്ങി പോരാണ്ടായ. ഇനി ഇല്ലത്തേക്ക് ഞാനില്ല. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇന്ന് തന്നെ ഒരു മാലയിടും. എത്രയും പെട്ടെന്നൊരു സിവിൽ മാരേജ്. കയറി ചെല്ലാൻ ഒരു വീടും കൂടി ഇല്ലാണ്ടായി എനിക്ക്. ആകെ ചോദിക്കാനും അനുവാദം വാങ്ങാനും ഉള്ളത് ഇവിടെയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇല്ലത്തെ കയറി ചെല്ലാൻ പറ്റാണ്ടുള്ളൂ മയമേ. ഈ വീടുണ്ട്, ടീച്ചറും ഞാനും ഉണ്ട്. ഞങ്ങൾ നടത്തിത്തരും. മുന്നിൽ നിന്ന്, അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്. സത്യം പറഞ്ഞ മായമ്മ ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോന്ന നേരം തൊട്ട് ഇന്ന് രാവിലെ ചടങ്ങ് കഴിയണവരെ എന്റെ മനസ്സിൽ തീയായിരുന്നു. ആ അച്ഛൻ തിരുമേനി ഏത് സമയത്താ വഴക്കിനും ബഹളത്തിനും കയറി വരിക? ആര്? ആ ശകുനം മുടക്കിയോ? മരങ്ങോടൻ. ഒഴിഞ്ഞു കിട്ടിയത് ലാഭമായി എന്ന് കരുതും അയാള്. ഞാൻ അന്വേഷിപ്പിച്ചു. കുട്ടി ഇറങ്ങിപ്പോന്നതിന്റെ പിറ്റേന്ന് പടിയടച്ച് പിണ്ണം വെച്ചു അയാള്.
അയാൾക്ക് ഇനി അങ്ങനൊരു മോളില്ലാന്ന്. ദുഷ്ടൻ. ഇങ്ങനൊരു അച്ഛൻ ഇല്ലാണ്ടിരിക്കുക തന്നെയാ ഭേദം. ഏതായാലും കല്യാണം കഴിഞ്ഞുല്ലോ. ഇനി എന്തു വന്നാലും സമാധാനമുണ്ട്. പിടിച്ചേ. ശരിയാണോ നോക്കിയേ? എവിടെങ്കിലും ചെരിവുണ്ടോ? നിക്ക്. ആ ഇടത്ത് ഏറ്റവും ലേശം മുകളിലേക്ക്. അയ്യോ പിടിക്ക്, ഞാൻ വീഴും. വീഴട്ടെ. അയ്യോ, രവിയേട്ടാ, ഞാൻ വീഴുവേ, കളിക്കില്ലേ. സുഖമായിട്ട് വീഴുന്നോട്ടെ, ഞാൻ പിടിച്ചോ. പേടിയാവുന്നു രവിയേട്ടാ. ഇറങ്ങിക്കോ. പതുക്കെ. ഇറക്കി വിട് രവിയേട്ടാ. അയ്യോ രവിയേട്ടാ, കളിക്കില്ലേ രവിയേട്ടാ. വേണ്ട രവിയേട്ടാ, അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. കണ്ടാലെന്താ? എന്തേ? എന്താണെന്ന്? അല്ലാതെ പഴയ പോലെ അങ്ങനെ കണ്ണും തുറന്നു പിടിച്ച് എല്ലായിടവും നടക്കാൻ വയ്യാണ്ടായിരിക്കണു. എന്തൊക്കെയാ എപ്പോഴൊക്കെയാ മുമ്പിൽ വന്ന് ചാടുക നിശ്ചയില്ലാത്തോണ്ടേ. വല്ലതും കണ്ടോ? ടീച്ചർ വല്ലതും കണ്ടോ? അതല്ലേ ഞാൻ ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങിയത്. ടീച്ചർ എന്താ കണ്ടേ? ഞാൻ എന്താ കണ്ടെന്നറിയോ? ഓ, അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനോ